മലയാള സിനിമയിലെ ഒരു കാലത്തെ പ്രധാന ബാലതാരമായിരുന്ന വിഘ്നേഷിനെ ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് ഒരു വാഹനാപകടത്തിൽപ്പെട്ട ഓർമ്മകൾ മാഞ്ഞുപോയ താരം ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. ശാരീരിക ബുദ്ധിമുട്ടുകളോട് പൊരുതി നേടിയ ബിരുദത്തിന്റെ സന്തോഷത്തിലാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിഘ്നേഷ്. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ചെറു പുഞ്ചിരി എന്ന സിനിമയിലെ കണ്ണനെ പെട്ടെന്നാരും മറക്കാൻ വഴിയില്ല. പുലർവെട്ടം, മധുര നൊമ്പരക്കാറ്റ്, വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും, കുബേരൻ, ഇങ്ങനെ ഒരു നിലാപക്ഷി, അങ്ങനെ മലയാള സിനിമയിലെയും സീരിയലുകളിലെയും ഒരു കാലത്തെ കുഞ്ഞു മുഖമായിരുന്നു വിഘ്നേഷ്. ട്രൗസറും മുറിക്കയ്യൻ ബനിയനുമായി ആ കൊച്ചു പയ്യൻ മലയാളികൾക്ക് സുപരിചിതനായത് വളരെ പെട്ടെന്നാണ്. എനിക്ക് MT സാറിൻ്റെ കൂടെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ഉണ്ട്. അതായത് ഒരു ചെറുപുഞ്ചിരി മൂവി ഞങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞു. പേക്കപ്പ് പറയുന്നതിനെക്കാട്ടും മുന്നേ MT സാറിൻ്റെ കാലം തൊട്ട് നിറയിൽ വെച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആ സ്പോട്ടിൽ MT സാറ് കരഞ്ഞു. MT സാറ് കരഞ്ഞപ്പോൾ ഞാനും കരയാൻ തുടങ്ങി. അങ്ങനെ MT സാറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പഠനത്തിൽ മിടുക്കനായിരുന്ന വിഘ്നേഷ് അതിനുവേണ്ടിയാണ് അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നത്. 2017 ജനുവരി 1 പുലർച്ചെയാണ് വിഘ്നേഷ് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെടുന്നത്. അങ്കമാലി ഫിസാറ്റിൽ നിന്ന് BTech പൂർത്തിയാക്കിയ വിഘ്നേഷ് ഓട്ടോമൊബൈൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം. തുടർച്ചയായ ചികിത്സകളിലൂടെയും കുടുംബത്തിന്റെ കഠിന പ്രയത്നത്തിലൂടെയുമാണ് ഓർമ്മകളെ തിരിച്ചുപിടിച്ചത്. ആക്സിഡന്റ് പറ്റി മെമ്മറിക്ക് കുറേ ട്രബിളിങ് ഉണ്ടായിരുന്നു. അതായത് അപ്പോഴും ബുദ്ധിമുട്ട് അമ്മ തന്നെയായിരുന്നു. കാരണം കൃത്യമായിട്ട് ഞാൻ ഉച്ചയ്ക്ക് നടന്നു തുടങ്ങി 4 മണി വരും മോനെ പഠിക്കുക. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ മെമ്മറി ഭയങ്കര വീക്കായിരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൻ്റെ സ്ഥലപ്പേര് പറഞ്ഞു കൊടുക്കും. അങ്ങനെ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് ഞാൻ ഇഗ്നോൻ്റെ ബാച്ചലർ ഓഫ് ആർട്സ് BA ഇംഗ്ലീഷ് കഴിഞ്ഞു. പഠിച്ചത് മറന്നു പോകുമെങ്കിലും വീണ്ടും പഠിച്ച് പരീക്ഷകളിൽ വിജയിച്ചു. ഇനി ബിരുദാനന്തര ബിരുദമെന്ന ലക്ഷ്യം കൂടി വിഘ്നേഷിന് മുന്നിലുണ്ട്. ഒരു കുട്ടിക്കാലത്ത് വലിയ സംഭവമായിട്ട് പഠിപ്പിലും ഡാൻസിലും ബോക്സിങ്ങിലും സിനിമയിലും എല്ലാവരും അറിയപ്പെടുക വന്നിട്ട് പെട്ടെന്ന് ഒരു 10-12 വയസ്സിലത് സ്റ്റോപ്പായി പോവുക, പിന്നെ വേറെ ലെവലിൽ പോവുക എന്ന് പറയുമ്പോൾ. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോനെ എനിക്ക് ജീവനോടുകൂടി തിരിച്ചു കിട്ടി. ഇനിയിപ്പോൾ നല്ല രീതിയിൽ കൂടെ നടക്കണം, അവനൊന്ന് ഓടിക്കാണണം, ഡാൻസ് ചെയ്ത് കാണണം. മരണത്തെ തോൽപ്പിച്ച് വിഘ്നേഷ് വീണ്ടും സ്വപ്നങ്ങൾക്ക് ചിറകു വിരിക്കുകയാണ്. കൈവിട്ടുപോയതെല്ലാം തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ. മുസ്താഖ് വള്ളിക്കുന്നിനൊപ്പം ദൃശ്യ പുതിയടത്ത്, മീഡിയ 1, കോഴിക്കോട്.